Hi all, എൻ്റെ പേര് ശ്രീലക്ഷ്മി. I am an optometrist at Ahanya Foundation Eye Hospital, മൂവാറ്റുപുഴ. കെരാറ്റോകോണസ് ഈ നവംബർ 10 നമ്മൾ കെരാറ്റോകോണസ് അവയർനെസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. കെരാറ്റോകോണസ് മീൻസ് നമ്മുടെ കണ്ണിൻ്റെ കെരാറ്റോ എന്ന് പറഞ്ഞാൽ കോർണിയ, കോണസ് മീൻസ് കോണിക്കലാകുക. നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി എന്ന് നമ്മൾ പറയുന്ന ഭാഗം, അതല്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ മുന്നിലുള്ള ആ നേർത്ത പടലം കട്ടി കുറഞ്ഞിട്ട് ഒരു കോൺ ഷേപ്പിലേക്ക് മാറുന്ന അവസ്ഥ. ഇതുമൂലം നമ്മുടെ കാഴ്ച മങ്ങുകയും അതുപോലെ നമുക്ക് കാണുന്ന വസ്തുക്കൾ ഇരട്ട കാഴ്ചയിലൂടെ അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുന്ന പോലെ തോന്നുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇരട്ട കാഴ്ച അല്ലെങ്കിൽ കാണുന്ന വസ്തുക്കൾ ചെരിഞ്ഞും വളഞ്ഞും കാണുക, അതുപോലെ തന്നെ വെട്ടത്ത് നോക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ വെട്ടത്ത് നോക്കുമ്പോൾ അതിന് ചുറ്റും വളയങ്ങൾ പോലെ ഹാലോസ് പോലെ കാണുക, ഇതൊക്കെയാണ്. പിന്നെ കണ്ണടയുടെ പവർ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുക, ഇതൊക്കെയാണ് കെരാറ്റോകോൺസിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇനി കെരാറ്റോകോൺസ് നമുക്ക് എങ്ങനെ വരാം? അത് നമ്മൾ കണ്ണുകൾ ഒരുപാട് തിരുമുന്നത് അതിനൊരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് വരാം. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നമുക്കിത് വരാം. ഇനി നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് കാഴ്ച മങ്ങുന്നതായിട്ടോ ഇരട്ട കാഴ്ച പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഐ കെയർ പ്രൊഫഷണലെ കാണുക. കോർണിയയ്ക്ക് വേണ്ട സ്കാനിങ്, ടോപ്പോഗ്രഫി പോലുള്ള സ്കാനിങ് ചെയ്യുക. അതുവഴി നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇതിനോട് എങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, നമ്മൾ കണ്ണട അതുപോലെ തന്നെ കോൺടാക്ട് ലെൻസ് ഉണ്ട്. കോൺടാക്ട് ലെൻസ് എന്ന് പറയുമ്പോൾ കെരാറ്റോകോണസിന് വേണ്ടിയിട്ട് പ്രത്യേകം കോൺടാക്ട് ലെൻസസ് ഉണ്ട്. സ്ക്ലിയറൽ, ഹൈബ്രിഡ് അങ്ങനത്തെ കോൺടാക്ട് ലെൻസസ് ഉണ്ട്. അത് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനുള്ളിൽ കോർണിയയുടെ കൊളാജൻസ് ലൂസ് ആകുന്നത് മൂലമാണ് ഈ കെരാറ്റോകോണസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ കൊളാജൻസ് ടൈറ്റ് ആകാനായിട്ട് നമ്മൾ കൊളാജൻസ് ഉള്ള വൈറ്റമിൻ B2 പോലെ, റൈബോഫ്ലാവിൻ പോലത്തെ ഐ ഡ്രോപ്സ് യൂസ് ചെയ്യുക. അത് ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമ്മൾ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഡോണറിൽ നിന്നും നമ്മുടെ കോർണിയ സ്വീകരിച്ച്, അതായത് നമ്മൾ കണ്ണ് ദാനം ചെയ്യുന്ന ആളുകളിൽ നിന്നും അത് സ്വീകരിച്ച് നമ്മൾ കോർണിയ മാറ്റി വെക്കുന്നതാണ് ഇതിനൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കെരാറ്റോകോണസിൽ കൂടുതലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ കണ്ണിന് കാഴ്ച മങ്ങുന്നുണ്ടെങ്കിൽ, കണ്ണുകൾ ഒരുപാട് തിരുമാനുള്ള ടെൻഡൻസി വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഐ കെയർ പ്രൊഫഷണലെ കാണുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.